രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷ ലഹരിയിൽ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിപുലമായ പരിപാടികൾ ഒഴിവാക്കി. മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു. മാള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ ഭാഗത്തെ 26ഓളം തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. തൃശൂരിൽ കെട്ടിടത്തിൽ നിന്നും ഗ്ലാസ് തകർന്നു വീണ് വഴിയാത്രക്കാരന് പരിക്കേറ്റു. നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന ഇരിഞ്ഞാലക്കുട സ്വദേശി ഗോപാലകൃഷ്ണനാണ് പരിക്കേറ്റത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയാണ് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിനായി പോരാടിയവരുടെ പുണ്യസ്മരണയോടെ രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. വികസിത ഭാരതം 2047 എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ ദേശീയ പതാക ഉയർത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയാണ് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ ഇന്ത്യൻ പൗരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർഗീയതയുടെയും വിഘടനവാദത്തിന്റെയും വംശീയതയുടെയും വിത്തുകൾ വിതച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച് നേരിടണമെന്നും മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വ്യക്തമാക്കി. രാവിലെ മൈതാനത്തെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 20 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. തൃശൂർ സെന്റ് ആന്റണീസ് കോൺവെന്റ്, കുര്യച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലാറ്റൂണുകൾ പരേഡിന് മികവേകി. ചേലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K സതീഷ് കുമാർ പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ PV ശിവശങ്കരനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മെമന്റോ സമ്മാനിച്ചു. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം മാള പോലീസ് സ്റ്റേഷനിൽ സമുചിതമായി ആഘോഷിച്ചു. SHO സജിൻ ശശി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. SI ശ്രീനിയുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ നാഷണൽ സല്യൂട്ട് നൽകി. തുടർന്ന് മധുര വിതരണം നടന്നു. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് NS വിജയൻ പതാക ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PD ജോസ്, രവി നമ്പൂതിരി, സോയി കോലഞ്ചേരി, നിർമ്മൽ പാത്താടൻ, ഷീല ജോസ്, KR പ്രേമ, ഷേർലി ജോയ് എന്നിവർ പ്രസംഗിച്ചു. മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജയ ബിജു, സാബു പോൾ, നബീസത്ത് ജലീൽ, സെക്രട്ടറി, മറ്റു ജീവനക്കാർ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പഴൂക്കര NSLP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാനേജർ ഡോക്ടർ സന്തോഷ് കുമാർ പതാക ഉയർത്തി. ഹെഡ്മിസ്റ്റർ സന്ധ്യ രാമചന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ നടന്നു. മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. MBA കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, പോളിടെക്നിക് കോളേജ്, ഫാർമസി കോളേജ് എന്നിവയുടെ നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നൃത്യങ്ങൾ, ഫ്ലാഷ് മോബുകൾ, സംഘഗാനങ്ങൾ, സ്പോർട്സ് ക്ലബ് അവതരിപ്പിച്ച പിരമിഡുകൾ എന്നിവ നടന്നു. ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ S ശശികുമാർ, ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. മാള മുഹീദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് AA അഷ്റഫ് പതാക ഉയർത്തി. ഇമാം സുബൈർ മന്നാനി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. AA അബ്ദുൽ നാസർ, NK സൈഫുദ്ദീൻ, MI മസൂദ് എന്നിവർ പ്രസംഗിച്ചു. ആൽഫ പാലിയേറ്റീവ് മാള ലിങ്ക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം പതാക ഉയർത്തി. AA അഷ്റഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നിസ അഷ്റഫ്, ലിസി ജോണി, KK ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ റിട്ടയർഡ് ഹവിൽദാർ ജേക്കബ് അരീക്കാടൻ പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് VA നദീർ, ആന്റണി പയ്യപ്പള്ളി, TS ഷാജി, ജിജോ അരീക്കാടൻ, യുധി മാസ്റ്റർ, അഡ്വക്കേറ്റ് അരുൺ രാജ്, PS സുഭാഷ്, രവി ചോമാട്ടിൽ, PC ബാബു, ജെറോം സുരേഷ് ആനപ്പാറ, സുകേഷ് ആനപ്പാറ, ജമാൽ അറക്കൽ എന്നിവർ പങ്കെടുത്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ പ്രസിഡന്റ് PK കിട്ടൻ ദേശീയ പതാക ഉയർത്തി. ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. വൈസ് പ്രസിഡന്റ് EK മോഹൻദാസ്, സെക്രട്ടറി NP ഷിൻഡോ, PR സെബാസ്റ്റ്യൻ, ജയൻ കാളത്ത്, ഇമാനുവൽ മെറ്റിൽസ്, BS ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. കേരള പുലിയർ മഹാസഭ മാള വിവിധ ശാഖകളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാളയിൽ VK ബാബു ദേശീയ പതാക ഉയർത്തി. അഷ്ടമിച്ചിറ ഗുരുതിപ്പാല ശാഖയിൽ സുമതി പ്രദീപ് ദേശീയ പതാക ഉയർത്തി. പുത്തഞ്ചിറ കരിങ്ങാച്ചിറയിൽ VK ബാബു പതാക ഉയർത്തി. മാള സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. AR സുകുമാരൻ, ബാങ്ക് ഡയറക്ടർമാരായ ജെയ്സൺ മാളിയക്കൽ, പോൾസൺ ഒളാട്ടുപുറം, PC ഗോപി, ബിന്ദു പ്രദീപ്, സെക്രട്ടറി നിക്സൺ, ബാങ്ക് ജീവനക്കാർ, സഹകാരികൾ എന്നിവർ പങ്കെടുത്തു. മാള റോട്ടറി ക്ലബ്ബ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രസിഡന്റ് പോൾ പാറയിൽ പതാക ഉയർത്തി. ചടങ്ങിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച KM ബാവയെ ആദരിച്ചു. ക്ലബ് സെക്രട്ടറി അലോഷ്യസ്, ബാബു ചെല്ലക്കുടം, റൊട്ടേറിയന്മാരായ ജോഷി പെരിയപ്പാടൻ, ജോർജ്, സാബു കളപ്പുരയ്ക്കൽ, ടോമി മുരിങ്ങാമ്പുറത്ത്, പ്രൊഫസർ ലിയോൺസ്, റോയ് അല്ലേഷ്, തോമസ് ചെല്ലക്കുടം, സേവ്യർ എന്നിവർ സംബന്ധിച്ചു. അന്നമനട മർച്ചന്റ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചേമ്പലക്കാട്ട് ദേശീയ പതാക ഉയർത്തി. നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ CN ഷിഫാനയെ ചടങ്ങിൽ ആദരിച്ചു. ചികിത്സാ സഹായ വിതരണം, മധുര വിതരണം എന്നിവ നടന്നു. KT ഡേവിസ്, VO ഡേവിസ്, നന്ദൻ മേനോൻ, KU അനീഫ, നിസാർ, സിറാജുദ്ദീൻ, തോമസ്, KA ബൈജു എന്നിവർ നേതൃത്വം നൽകി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ, ഔഷധ സസ്യ ബോർഡ്, HDFC ബാങ്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കണ്ണിക്കുളങ്ങര NSV LP സ്കൂളിൽ ഔഷധ സസ്യ പച്ചത്തുരുത്തിന്റെ ഉദ്ഘാടനവും സ്വാതന്ത്ര്യ ദിനാഘോഷവും നടന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി വൃക്ഷത്തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് നസീർ KS അധ്യക്ഷനായി. ജില്ലാ നവകേരള കർമ്മ പദ്ധതി കോർഡിനേറ്റർ ദിദിക C പദ്ധതി വിശദീകരണം നടത്തി. മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേഷ് മാസ്റ്റർ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു അജിത്, ഹരിത മിഷൻ കോർഡിനേറ്റർ വേലായുധൻ, HDFC ബാങ്ക് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. യൂണിറ്റ് സെക്രട്ടറി S സോമസുന്ദരം ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് KC സുകുമാരൻ അധ്യക്ഷനായി. KO ഡേവിസ്, ജോൺസൺ കണ്ണമ്പുഴ, A ശാർങ്ങധരൻ എന്നിവർ സംസാരിച്ചു. ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, ഇടവക കൈക്കാരന്മാരായ ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ, സോജൻ മഞ്ഞില, പ്രതിനിധി യോഗം അംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനത്തിൽ ബാലാനുബോധിനി LP and UP സ്കൂളിൽ 78 അമ്മമാർ 78 ത്രിവർണ്ണ പതാകകൾ വാനിലുയർത്തി. പ്രധാനാധ്യാപിക സിനിജ പതാക ഉയർത്തി. ഇന്ത്യൻ സേനാംഗം പ്രഥമകുമാറിനെ വിദ്യാലയം ആദരിച്ചു. JD സഭാ പ്രസിഡന്റ് NK ജയരാജ്, മാനേജർ PK അശോക് കുമാർ, PTA പ്രസിഡന്റ് MK ശിവദാസൻ, MPTA പ്രസിഡന്റ് ഷൌഫി, SMC ചെയർമാൻ മിഥുൻ ചള്ളിയിൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് സ്വാതന്ത്ര്യദിനാഘോഷവും സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ജില്ലാ കൗൺസിൽ അംഗം PK റാസിഖ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷനായി. CJ സെയ്ദ് മുഹമ്മദ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒലിവ് ഹെൽത്ത് കെയർ പോളി ക്ലിനിക് മാനേജിംഗ് പാർട്ണർ IA അരൂപ് മുഖ്യാതിഥിയായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP റജി, യൂണിറ്റ് ട്രഷറർ PV ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് മുബാറക് എന്നിവർ സംസാരിച്ചു. അലർട്ട് കൊടുങ്ങല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. എടവിലങ്ങ് ചന്തയിൽ നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തൽ, പായസ വിതരണം എന്നിവ നടന്നു. പ്രമുഖ ഗാന്ധിയൻ ഇസാബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. അലർട്ട് പ്രസിഡന്റ് PH റഹീം അധ്യക്ഷനായി. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, വാർഡ് മെമ്പർ മോഹനൻ, അബ്ദുൾ റഹിമാൻകുട്ടി, ഷമീർ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് ജനമൈത്രി സുരക്ഷാ സമിതി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രാവിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷനായി. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ,
തഹസിൽദാർ അനിൽകുമാർ, കൗൺസിലർമാരായ രശ്മി ബാബു, LC പോൾ, CS സുമേഷ്, ഇൻസ്പെക്ടർ അരുൺ, PN മോഹനൻ, PR ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ആസ്പദമാക്കി ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, ദേശഭക്തിഗാന മത്സരം എന്നിവ നടന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മധുരപലഹാര വിതരണം നടന്നു. KP സുനിൽകുമാർ, ഉണ്ണി പണിക്കശ്ശേരി, PR ചന്ദ്രൻ, ഗിരീഷ്, OC ജോസഫ്, KJ ശ്രീജിത്ത്, ശ്രീരഞ്ജിനി, ആന്റണി ജിമ്പിൾ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായ അസോസിയേഷൻ മെമ്പർക്ക് കരൾ മാറ്റിവെക്കൽ ചികിത്സാ സഹായമായി 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. TK ഷാജി, KJ ശ്രീജിത്ത്, PK സത്യശീലൻ, അജിത് കുമാർ, PM മൊഹീദ്ദീൻ, രാധാകൃഷ്ണൻ, ശ്രീകുമാർ, സുനിൽകുമാർ, വനിതാ വിംഗ് നേതാക്കളായ അനിത, സിനി സെൽവരാജ്, ആശ മനോജ്, ജയശ്രീ സത്യശീലൻ, യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്കറ, വിനോദ് പിള്ള, ത്രിദീപ്, ഓഫീസ് മാനേജർ ചൈതന്യ, വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു. മാള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. അഷ്ടമിച്ചിറ ഭാഗത്തെ 26ഓളം നായ്ക്കൾക്കാണ് വാക്സിനേഷൻ നൽകിയത്. വനിതാ ഡോക്ടറെ ആക്രമിച്ച 3 നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വനിതാ ഡോക്ടറെ അഷ്ടമിച്ചിറയിൽ വെച്ച് തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയും ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്ത മീഡിയ ടൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി. തിങ്കളാഴ്ച ഇവിടെ വനിതാ ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചതിനെ തുടർന്ന് മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ പരിസരത്തുള്ള 26ഓളം നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. വെറ്റിനറി സർജൻ രാഖി രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകിയത്. വനിതാ ഡോക്ടറെ ആക്രമിച്ച 3 നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റി. സീനിയർ വെറ്റിനറി സർജൻ KS സാബുവിന്റെ നേതൃത്വത്തിലാണ് നായ്ക്കളെ നിരീക്ഷിച്ചു വരുന്നത്. കോഴിക്കോട് നിന്നെത്തിയ പരിശീലനം ലഭിച്ച സംഘമാണ് 26ഓളം നായ്ക്കളെ പിടികൂടിയത്. മാള ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലായി 1000ഓളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ 165 നായ്ക്കൾക്ക് മാത്രമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം വാക്സിനേഷൻ നൽകിയത്. വനിതാ ഡോക്ടറെ ആക്രമിച്ചതിനെ തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി അഷ്ടമിച്ചിറ പരിസരത്ത് 26 നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകി. പഞ്ചായത്തിൽ പല പ്രദേശങ്ങളിലും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന മത്സ്യമാംസ വിൽപ്പനശാലകൾ ഉള്ളതാണ് ഇവിടെ തെരുവ് നായ്ക്കൾ വർദ്ധിക്കാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മീഡിയ ടൈം മാള. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് സ്വാന്തനമായി MLA സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി മണ്ഡലത്തിൽ വെള്ളം കയറിയ 300 വീട്ടുകാർക്ക് MLAയുടെ നേതൃത്വത്തിൽ ആവശ്യവസ്തുക്കൾ വിതരണം ചെയ്തു. തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ചാലക്കുടിയിലെ പല കുടുംബങ്ങളെയും ദുരിതത്തിലാഴ്ത്തുകയാണ്. ചാലക്കുടി നഗരസഭ പരിയാരം, മേലൂർ, കാടുകുറ്റി, കൊരട്ടി എന്നിവിടങ്ങളിലായി 300ഓളം വീടുകളിലാണ് ഇത്തവണ വെള്ളം കയറി എല്ലാം നഷ്ടമായത്. പരിയാരം മംഗലൻ നഗർ, മേലൂർ പഞ്ചായത്തിലെ എരുമപ്പാടം നഗർ, ശാന്തിപുരം ഡിവൈൻ നഗർ എന്നിവിടങ്ങളിലെ വീടുകളിൽ 2019 സമാനമായ രീതിയിലാണ് നാശനഷ്ടം സംഭവിച്ചത്. ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പായ, ബെഡ്ഷീറ്റ്, തലയിണ, ചവിട്ടി, ചൂൽ, അരി ഉൾപ്പെടെ പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും അടങ്ങുന്ന കിറ്റുകളാണ് നൽകിയത്. MLAയുടെ ചിറക് പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂൾ, മറ്റു സംഘടനകൾ എന്നിവയുടെ സഹായത്തോടെയാണ് വീടുകളിലേക്ക് കിറ്റുകൾ നൽകിയത്. മേലൂർ ശാന്തിപുരം ഡിവൈൻ നഗറിലും എരുമപ്പാടം നഗറിലും നടന്ന കിറ്റുകളുടെ വിതരണം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ക്രസന്റ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു. മേലൂർ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മേനോത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ PS സാബു, ഷീജ പോളി, ജാൻസി പൗലോസ്, റിൻസി രാജേഷ്, ബ്ലോക്ക് മെമ്പർ വനജ ദിവാകരൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NC തോമസ്, ഷാജൻ മാടവന, നേതാക്കളായ സ്വപ്ന ഡേവിസ്, പോൾ നെറ്റിക്കാടൻ, ലിൻസൺ പന്തല്ലൂക്കാരൻ, ജോസഫ് ആട്ടോക്കാരൻ, ആൻഡു ഉദുപ്, വിൽസൺ പാലാട്ടി, തോമസ് കണ്ണമ്പിള്ളി, GB പോൾ എന്നിവർ നേതൃത്വം നൽകി. കൂടപ്പുഴയിൽ നഗരസഭാ കൗൺസിലർ സൂസി സുനിലിന്റെയും VR പുരത്ത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബുവിന്റെയും പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പനും കാടുകുറ്റി പഞ്ചായത്തിൽ തോമസ് ഐ കണ്ണത്തിന്റെയും പരിയാരത്ത് പ്രിൻസ് മാസ്റ്ററുടെയും നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു. മീഡിയ ടൈം ചാലക്കുടി. അതിഥി തൊഴിലാളിയുടെ മകനെ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ. എറിയാട് സ്വദേശികളായ വാഴക്കാലയിൽ അഷ്കർ,
പേ ബസാർ വാക്കാട്ട് വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മദ്യം വാങ്ങാൻ പണം ചോദിച്ച് കൊടുക്കാതിരുന്നതിനുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം. ഇക്കഴിഞ്ഞ 9-ന് മദ്യം വാങ്ങാൻ പണം ചോദിച്ച് കൊടുക്കാതിരുന്നതിലുള്ള വിരോധത്താൽ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന എറിയാട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അഷ്റഫ് മുഡാലിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചത് തടയാൻ ശ്രമിക്കുകയും മകൻ മുറാദിനെ കമ്പിവടി കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു പ്രതികൾ ചെയ്തത്. കുട്ടിയുടെ തലയുടെ പുറകുവശത്ത് ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു. സംഭവത്തിൽ മറ്റൊരു അതിഥി തൊഴിലാളിയായ മുനീർ മാലിക് എന്നയാൾക്കും പരിക്കുപറ്റി. പ്രതികളായ വാഴക്കാലയിൽ അഷ്കർ, വാക്കാട്ട് വിഷ്ണു എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയായ അഷ്കർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. കേസിലെ മറ്റു പ്രതികളായ ജിഷ്ണു, മുഹമ്മദ് ഉണ്ണി എന്നിവരെ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇൻസ്പെക്ടർ അരുൺ ബി.കെയുടെ നേതൃത്വത്തിൽ SI സാലിം കെ, കശ്യപൻ, ASI മിനി, CPOമാരായ സനോജ്, അനസ്, സജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂരിൽ കെട്ടിടത്തിൽ നിന്നും ഗ്ലാസ് തകർന്നു വീണ് വഴിയാത്രക്കാരന് പരിക്കേറ്റു. തൃശൂർ മണികണ്ഠനാലിന് സമീപത്തെ കടയുടെ മുകളിലെ നിലയിൽ നിന്നാണ് ചില്ല് തകർന്ന് താഴേക്ക് പതിച്ചത്. ഇതിനിടെയാണ് നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന ഇരിഞ്ഞാലക്കുട സ്വദേശി ഗോപാലകൃഷ്ണന് പരിക്കേറ്റത്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ കെട്ടിടത്തിന്റെ വലിയ ചില്ലുപാളി അടർന്നു വീണ കാൽനട യാത്രക്കാരന് തലയ്ക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശിയും ഇരിങ്ങാലക്കുടയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായ 32 വയസ്സുള്ള ഗോപാലകൃഷ്ണനാണ് പരിക്കേറ്റത്. തലയിൽ 7 തുന്നലുകൾ ഇട്ടു. രാവിലെ 10:30യോടെയായിരുന്നു അപകടം. സ്വരാജ് റൗണ്ടിൽ കുറുപ്പം റോഡിനും മാരാർ റോഡിനും ഇടയ്ക്കുള്ള മനോരമ ബിൽഡിംഗിലെ 1-ാം നിലയിലെ വലിയ ചില്ലുപാളിയാണ് അടർന്ന് താഴെ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്ന ഗോപാലകൃഷ്ണന്റെ തലയിൽ പതിച്ചത്. വിവരമറിഞ്ഞയുടൻ ഫയർഫോഴ്സ് എത്തി പരിക്കേറ്റ് അബോധാവസ്ഥയിലായിരുന്നയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ശേഷിക്കുന്ന ചില്ലുപാളികൾ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. മാള ആനപ്പാറ ജൂബിലി നഗർ ദേവമാത ഇടവക ദേവാലയത്തിൽ പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു. ദേശീയ പതാക വന്ദനം, തിരുനാൾ പാട്ടുകുർബാന, സന്ദേശം, ഊട്ടുനേർച്ച, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടന്നു. ഫാദർ ബിനേഷ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് കേളംപറമ്പിൽ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സ്ത്രീധന പീഡന കേസിലെ പ്രതി വർഷങ്ങൾക്കു ശേഷം പിടിയിൽ. കളമശ്ശേരി മധുരവേളി ഷിംജിത്താണ് പിടിയിലായത്. 2017 കേസിനാസ്പദമായ സംഭവം നടന്നത്. മുൻ ഭാര്യയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ ഒളിവിൽ പോവുകയുമായിരുന്നു. പലവട്ടം കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇയാൾ അഷ്ടമിച്ചിറ പറമ്പി റോഡിൽ ഒളിവിൽ താമസിച്ചു വരവെയാണ് അറസ്റ്റിലായത്. ഇൻസ്പെക്ടർ അരുൺ ബി.കെയുടെ നേതൃത്വത്തിൽ SI തോമസ്, ജെയ്സൺ, CPOമാരായ വിപിൻ കൊല്ലറ, ബിനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ബാസ് മാള, PV യശ്പാൽ, PKM അഷ്റഫ്, CR പുരുഷോത്തമൻ, KM ബാവ, EC ഫ്രാൻസിസ്, നജീബ് അൻസാരി, സലീം എരവത്തൂർ, EP രാജീവ്, ലിൻഡിഷ് ആൻഡോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത്, സെക്രട്ടറി EP രാജീവ്, ട്രഷറർ P ഗിരീശൻ എന്നിവരെ തെരഞ്ഞെടുത്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് സ്നേഹദീപം വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയനാടിന് കൈത്താങ്ങായി ഗാനലയം എന്ന പേരിൽ ഗാനമേള സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വയോജനങ്ങൾ, മുതിർന്ന പൗരന്മാർ, അവരുടെ നേതൃത്വത്തിലുള്ള സ്നേഹദീപം വയോജന ക്ലബിൻ്റെ നേതൃത്വത്തിൽ ധ്വനി മ്യൂസിക് ക്ലബിൻ്റെ പേരിൽ ആഭിമുഖ്യത്തിൽ 20ഓളം പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് ഗാനലയം എന്ന പരിപാടിയിലൂടെ സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ അർത്ഥവത്തായ മാതൃകാപരമായൊരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരുടെ
ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ വാർഡുകൾ തോറും മുതിർന്ന പൗരന്മാരുടെ ക്ലബ്ബുകളും സാംസ്കാരിക കൂട്ടായ്മകളും ആഘോഷങ്ങളും അതോടൊപ്പം തന്നെ ആരോഗ്യ ക്യാമ്പുകളും അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ. സ്ഥിരം സമിതി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. കെ രവി നമ്പൂതിരി, KA ഇക്ബാൽ, പത്മനാഭൻ, PK മോഹനൻ, സെയ്തു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവുമായി 2 യുവതികൾ പിടിയിലായി. ഒഡീഷക്കാരായ തപസിനി നായിക്കും ചാന്ദിനി ബെഹ്റയുമാണ് പിടിയിലായത്. 3 കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഇന്ന് പുലർച്ചെയാണ് ഇവർ ഒഡീഷയിൽ നിന്ന് ട്രെയിനിൽ ആലുവയിലെത്തിയത്. റൂറൽ SP-യുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമാണ് പരിശോധനയ്ക്കെത്തിയത്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. കൊങ്കൺ മുതൽ ചക്രവാത ചുഴി വരെ 1.5 കിലോമീറ്റർ ഉയരം വരെ ന്യൂനമർദ്ദം പാത്തിയും സ്ഥിതി ചെയ്യുന്നു. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശനിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കും തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സർവീസ് പെൻഷനേഴ്സ് ലോകമലേശ്വരം യൂണിറ്റ് കൺവെൻഷൻ നടത്തി. മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം K ഗോപിനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം VK ജോഷി, വനിതാ കൺവീനർ VS പ്രീതി ടീച്ചർ, ശ്രീ TH പ്രതാപൻ, ജില്ലാ കമ്മിറ്റി അംഗം CC വത്സല, NAM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. മേയർ മെയ്ഡ് പോസിൽ ലോക റെക്കോർഡ് നേടിയ അനഘ മനോജിനെ യോഗത്തിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ ലഹരിയിൽ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിപുലമായ പരിപാടികൾ ഒഴിവാക്കി. മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു. മാള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ ഭാഗത്തെ 26ഓളം തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. തൃശൂരിൽ കെട്ടിടത്തിൽ നിന്നും ഗ്ലാസ് തകർന്നു വീണ് വഴിയാത്രക്കാരന് പരിക്കേറ്റു. നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന ഇരിഞ്ഞാലക്കുട സ്വദേശി ഗോപാലകൃഷ്ണനാണ് പരിക്കേറ്റത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.